റമദാന് ശേഷമെത്തുന്ന ശവ്വാൽ 1, 2, 3 ദിവസങ്ങളിലാണ് UAE-യിൽ സാധാരണയായി ഈദുൽ ഫിത്തർ അവധി ലഭിക്കുക. മാർച്ച് 29 വൈകുന്നേരം മാസപ്പിറവി കാണുമെന്നാണ് വാനനിരീക്ഷകരുടെ പ്രവചനം. അന്ന് വൈകിട്ട് 4 മണി മുതൽ പൂർണ്ണചന്ദ്രൻ ആകാശത്തുണ്ടാകുമെന്നും അസ്തമയശേഷം ദൃശ്യമാകുമെന്നുമാണ് വിലയിരുത്തൽ. ഇങ്ങനെയെങ്കിൽ മാർച്ച് 30 ഞായറാഴ്ചയാകും ശവ്വാൽ 1 ചെറിയ പെരുന്നാളും. തുടർന്നു വരുന്ന തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കൂടി പൊതു അവധി ലഭിക്കുമ്പോൾ വാരാന്ത്യമടക്കം 4 ദിവസങ്ങളിൽ അവധിയുണ്ടാകും. മാർച്ച് 29 മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ചയാകും ചെറിയ പെരുന്നാൾ. ഈ സാഹചര്യത്തിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പെരുന്നാൾ അവധിയും തൊട്ടു മുൻപുള്ള വാരാന്ത്യവും കൂടി ചേരുമ്പോൾ 5 ദിവസത്തെ അവധി ലഭിക്കും. സ്വദേശികളും പ്രവാസികളും ഇത്തരം കണക്കുകൂട്ടലിലാണെങ്കിലും റമദാൻ അവസാനത്തോടെയാകും പൊതു അവധി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം. അവധി ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ച് ഓൺലൈൻ സേവനമടക്കമുള്ളവ പ്രയോജനപ്പെടുത്തണമെന്നും വിമാനത്താവളങ്ങളിൽ നേരത്തെ എത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.